പിന്നെ ഇതിൽ അവിഹിതം എന്നോ അല്ലെങ്കിൽ എ വിഹിതം എന്നോ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും പ്രേക്ഷകൻ അത് വായിക്കാം. അത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് അവരവരുടെ ഒരു പെർസ്പെക്റ്റീവ്. വിഹിതം എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടി ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും അവിഹിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നുമുണ്ട്. അപ്പം അത് രണ്ടും ഉണ്ട്. അപ്പം അത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സിനിമ കാണുക തന്നെ വേണം. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യം ആവശ്യമാണ്. അത് അദ്ദേഹം ശ്രമിക്കുന്നു. അതിന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ കാണുന്ന സമയത്ത്, സിനിമ കാണുന്ന സമയത്ത് ഇത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളെല്ലാം മാറേണ്ടിയിരിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം സാർ തന്നിരുന്നില്ല. സീൻ എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് സീൻ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന അതേ രീതിയിലുള്ള ഡയലോഗുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഇല്ല. അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം ആ സ്വാഭാവികത ഭയങ്കരമായിട്ട് നമുക്ക് സീനിൽ കാണാൻ സാധിക്കും. സന്തോഷം. ഓരോ സ്ഥലങ്ങളിലും പ്രേക്ഷകർ കൈയടിക്കുകയും ചിരിക്കുകയും വളരെ ലൈവായിട്ട് അവരത് എൻജോയ് ചെയ്യുകയും കാണുന്ന സമയത്തുള്ള സന്തോഷം വളരെ വലുതാണ്. അതെ, KSFDCയുടെ ഒരു സിനിമ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ഒരു 1.5 വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമ റിലീസ് ആവാനുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പുതിയ റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. പുതിയ പ്രോജക്ട്സ് വരണം എന്ന് ആഗ്രഹിക്കുന്നു.